നിങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ ഒരു മനസ്സുണ്ടോ? കാരണം രൂപാന്തരം നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഒരു ഉദാഹരണം പറയാം. കേവലം 40 രൂപ വിലയുള്ള ഒരു ഇരുമ്പ് കഷണം രൂപാന്തരം പ്രാപിച്ചാൽ 450 രൂപ വിലയുള്ള കുതിരയുടെ ലാടമാക്കി വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പിന്നെയും രൂപാന്തരം പ്രാപിച്ചാൽ 5000 രൂപ വിലയുള്ള വാച്ചിന്റെ സ്പ്രിംഗ് ആക്കി മാറ്റാം. പിന്നെയും അങ്ങോട്ട് രൂപാന്തരം പ്രാപിച്ചാലോ 10 ലക്ഷം മുതൽ 2 കോടി വരെ വിലയുള്ള കാറിന്റെ എഞ്ചിന്റെ ഒരു പ്രധാന ഭാഗമായി മാറാം. ഇനിയും രൂപാന്തരം പ്രാപിക്കാൻ ശ്രമിച്ചാൽ 250 കോടി മുതൽ 500 കോടി വരെ വിലയുള്ള ഫ്ലൈറ്റുകളുടെ കോക്പിറ്റിലെ പ്രധാന ഉപകരണമായി മാറാനും 40 രൂപയുടെ ഇരുമ്പിന് കഴിയും. ഓർക്കുക, നമ്മൾ ആദ്യം പറഞ്ഞ 40 രൂപയുടെ ഇരുമ്പ് കഷ്ണം ഇപ്പോൾ എന്തായി മാറി? ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രൂപാന്തരം സംഭവിക്കും തോറും നിങ്ങൾ വിലയേറിയവരായി മാറുന്നു. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രൂപാന്തരത്തിന് വലിയ വില കൊടുക്കണം. ചൂടേറിയതും ചുട്ടുപൊള്ളുന്നതുമായ അനേകം പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകേണ്ടി വരും. ഇങ്ങനെ ഒന്ന് ചിന്തിക്കൂ, നമ്മളൊക്കെ പെർഫ്യൂം ഉപയോഗിക്കാറില്ലേ? പെർഫ്യൂം ബോട്ടിൽ അലമാരയിൽ വെറുതെ ഇരുന്നാൽ സുഗന്ധം വരുമോ? ഒരിക്കലുമില്ല. നമ്മൾ ബോട്ടിൽ കയ്യിലെടുത്ത് ഞെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴാണ് സുഗന്ധം വരുന്നത്. അതുപോലെ തന്നെ ഈ വേഗാത്ത ഇറച്ചി കുക്കറിലിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ നന്നായി വെന്ത് പാകമായി കിട്ടും. പക്ഷേ കുക്കറിൽ കിടക്കുന്നത് ഇറച്ചിക്ക് അത്ര സുഖകരമായ അനുഭവമല്ല. ചുരുക്കം പറഞ്ഞാൽ, ഒത്തിരി അടിയും ഇടിയും തട്ടും മുട്ടും ഏൽക്കണം. അതിന് മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മിൽ പലരും ഇപ്പോഴും പഴയ ഇരുമ്പ് കഷ്ണമായി തന്നെ ഇരിക്കുന്നത്. രൂപാന്തരം പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേദനാജനകമായ അനുഭവങ്ങൾക്കായി ഒരുപക്ഷെ നിന്നു കൊടുക്കേണ്ടി വന്നേക്കും. എങ്കിലും സാരമില്ല. ഹാവ് എ നൈസ് ഡേ.